ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഫിസിക്സ് പാർട്ട് 1 ആണ്. അതിൽ ഫിസിക്സിൻ്റെ വിവിധ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റുകൾ, സദിശ അളവുകൾ, അതിശ അളവുകൾ എന്നിവയെക്കുറിച്ച് പഠിക്കാം. ആദ്യമായിട്ട് ഫിസിക്സിനെ രണ്ട് ശാസ്ത്രശാഖയായിട്ട് തിരിക്കാം. ഒന്ന് ക്ലാസിക്കൽ ഫിസിക്സ്, രണ്ടാമത്തത് മോഡേൺ ഫിസിക്സ്. ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ശാസ്ത്ര സിദ്ധാന്തമാണ് ക്ലാസിക്കൽ ഫിസിക്സ്. ഇതിൽ ബലതന്ത്രം, താപഗതികം, പ്രകാശശാസ്ത്രം, ശബ്ദശാസ്ത്രം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നു. അതേസമയം മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത് ആറ്റോമിക് ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, കോസ്മോളജി, നാനോ ടെക്നോളജി എന്നിങ്ങനെ 20ാം നൂറ്റാണ്ടിന് ശേഷം ആവിർഭവിച്ചിരിക്കുന്ന പുതിയ ആശയങ്ങളെ മോഡേൺ ഫിസിക്സാണ് ഡീൽ ചെയ്യുന്നത്. ഇതില്ലാതെ ഭൗതികശാസ്ത്രത്തിൽ ഫിസിക്സിൽ ചില പ്രധാനപ്പെട്ട ശാസ്ത്രശാഖകളുണ്ട്. ഒന്ന് അക്കോസ്റ്റിക്സ്. അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ്. ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്നത് ആറ്റോമിക് ന്യൂക്ലിയസുകളുടെ സ്വഭാവം, അവയുടെ ഘടന എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂക്ലിയർ ഫിസിക്സ്. വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് മെക്കാനിക്സ്. പ്ലാസ്മ ഫിസിക്സ് ദ്രവ്യത്തിൻ്റെ പ്ലാസ്മയുടെ അവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ്. ജിയോ ഫിസിക്സ് ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള പഠനങ്ങളാണ്. ക്വാണ്ടം ഫിസിക്സ് ദ്രവ്യത്തിൻ്റെയും ഊർജത്തിൻ്റെയും കുറച്ചുള്ള പഠനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഓർത്ത് വയ്ക്കുക. ഒന്ന് അക്കോസ്റ്റിക്സ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം, ഒപ്റ്റിക്സ് ലൈറ്റിനെക്കുറിച്ചുള്ള പഠനം, മെക്കാനിക്സ് വസ്തുക്കളുടെ ചലനത്തിനെക്കുറിച്ചുള്ള പഠനം, ന്യൂക്ലിയർ ഫിസിക്സ് ആറ്റോമിക് ന്യൂക്ലിയസിൻ്റെ പഠനം, പ്ലാസ്മ ഫിസിക്സ് ദ്രവ്യത്തിൻ്റെ പ്ലാസ്മയിലുള്ള അവസ്ഥയെക്കുറിച്ചുള്ള പഠനം, അതായത് ദ്രവ്യത്തിൻ്റെ അയോണിക് അവസ്ഥയുടെ ഗുണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇത്. ദെൻ ജിയോ ഫിസിക്സ് ഭൂമിയുടെ ആന്തരഘടനയെക്കുറിച്ചുള്ള പഠനം, ആസ്ട്രോ ഫിസിക്സ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം, ആറ്റോമിക് ഫിസിക്സ് ആറ്റങ്ങളെക്കുറിച്ചുള്ള പഠനം, ദെൻ ക്വാണ്ടം ഫിസിക്സ് ദ്രവ്യത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും കുറിച്ചുള്ള പഠനം. ഇനി ദ്രവ്യം എന്താണെന്ന് നോക്കാം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, അതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായി വരണം, അതിന് ഭാരമുണ്ടായിരിക്കണം. ഈ ഒരു വസ്തുവിനെയാണ് ദ്രവ്യം എന്ന് പറയുന്നത്. അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ളതും ഭാരമുള്ളതുമായ ഒരു വസ്തുവിനെയാണ് ദ്രവ്യം എന്ന് പറയുന്നത്. അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ ആ ദ്രവ്യത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ അളവാണ് പിണ്ഡം അല്ലെങ്കിൽ മാസ്. എന്താണ് പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത്? ആ ദ്രവ്യത്തിൽ അടങ്ങിയിരിക്കുന്ന അളവാണ് പിണ്ഡം. ഇംഗ്ലീഷിൽ പറയാം മാസ്. ഇനി ദ്രവ്യത്തിന് ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്നിങ്ങനെ 7 അവസ്ഥകളാണ്, 7 സ്റ്റേറ്റ്സുകളാണ് ഒരു വസ്തുവിനുള്ളത് അല്ലെങ്കിൽ ഒരു ദ്രവ്യത്തിനുള്ളത്. അപ്പോൾ ഒരു ദ്രവ്യത്തിന് 7 അവസ്ഥകളുണ്ട്. അത് ഖരമായിട്ട് നിൽക്കാം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഖരം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരു നിശ്ചിത ആകൃതിയും കൃത്യമായ വ്യാപ്തമുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ്. ഉദാഹരണം ഒരു കല്ല് ഒരു ഖരമാണ്. അതിന് നിശ്ചിതമായ ആകൃതിയുണ്ട്, നിശ്ചിതമായ വ്യാപ്തമുണ്ട്. ഖരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു ഖരമാണ് വയ്ക്കുക, ഇതിലുള്ള തന്മാത്രകൾ പരസ്പരം വളരെ അടുത്തായിരിക്കും ഉണ്ടാവുക. അവ തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്, വളരെ അടുത്തായിരിക്കും ഉണ്ടാവുക. അവ തമ്മിലുള്ള ആകർഷണം വളരെ കൂടുതലാണ്. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം വളരെ കൂടുതലാണ്. അവ തമ്മിലുള്ള കൂട്ടുമുട്ടലുകൾ കമ്മിയാണ്. തന്മാത്രകൾ സഞ്ചരിക്കുന്നില്ല. തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഗതികോർജം വളരെ കുറവാണ്. ഖരം എന്ന അവസ്ഥയിൽ ദ്രവ്യത്തിന് നിശ്ചിത ആകൃതിയും വ്യാപ്തവും ഉണ്ട്. തന്മാത്രകൾ തമ്മിൽ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവ തമ്മിൽ ഉള്ള ആകർഷണ ബലം വളരെ കൂടിയതാണ്. അവ തന്മാത്രകൾ പരസ്പരം ചലിക്കുന്നില്ല. ഇതൊക്കെയാണ് ഖരത്തിൻ്റെ പ്രത്യേകതകൾ. ഇനി ദ്രാവകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിശ്ചിത ആകൃതിയില്ല. ഇപ്പോൾ നമ്മൾ വെള്ളം എടുക്കുകയാണ്, വെള്ളം കപ്പിലെടുത്താൽ കപ്പിൻ്റെ ആകൃതി ആയിരിക്കും, അല്ല നമ്മൾ ഡ്രമ്മിലാണ് എടുക്കുന്നത് വെച്ചാൽ ഡ്രമ്മിൻ്റെ ആകൃതി ആയിരിക്കും. അങ്ങനെ നിശ്ചിത ആകൃതി ഇല്ലാത്ത അവസ്ഥയാണ് ദ്രാവകത്തിൻ്റെ അവസ്ഥ. എന്നാൽ കൃത്യമായ വ്യാപ്തം ഉള്ളതാണ് ദ്രാവകം. അപ്പോൾ നമ്മൾ ഏത് വസ്തുവിലാണോ ദ്രാവകം എടുക്കുന്നത് അതിൻ്റെ ഷേപ്പിലായിരിക്കും, അങ്ങനെയായിരിക്കും ആ ദ്രാവകം ഉൾക്കൊള്ളുക. അതിന് കൃത്യമായ ഷേപ്പില്ല, പക്ഷെ കൃത്യമായ വ്യാപ്തമുണ്ട്. തന്മാത്രകൾ തമ്മിലുള്ള അകലം ഖരത്തിനെ അപേക്ഷിച്ച് കൂടുതലാണ്. അതേപോലെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഖരാവസ്ഥയേക്കാൾ
കുറവാണ്. തന്മാത്രകൾ ചലിക്കുന്നുണ്ട്, അത് ഖരാവസ്ഥയേക്കാൾ കൂടുതലാണ്. അപ്പോൾ ദ്രവ്യത്തിൻ്റെ ദ്രാവകാവസ്ഥയിൽ നിശ്ചിത ആകൃതിയില്ല, പക്ഷെ നിശ്ചിത വോള്യമുണ്ട്. അപ്പോൾ ദ്രാവകം ഏത് വസ്തു കൊണ്ടാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ഷേപ്പ് കൈവരിക്കുന്നു. ദ്രാവകത്തിൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം ഖരാവസ്ഥയേക്കാൾ കുറവാണ്. അതുപോലെ അവ തമ്മിൽ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. ഖരാവസ്ഥയേക്കാൾ കൂടുതലാണ് സഞ്ചാര സ്വാതന്ത്ര്യം. തന്മാത്രകൾ തമ്മിലുള്ള അകലം ഖരാവസ്ഥയുള്ളതിനേക്കാൾ കൂടുതലാണ്. ഇനി വാതകം എന്ന് പറയുന്നത് നിശ്ചിത ആകൃതിയോ നിശ്ചിത വ്യാപ്തമോ ഇല്ല. തന്മാത്രകൾ തമ്മിൽ വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കുറവാണ്. അതുപോലെ തന്മാത്രകളുടെ ഗതികോർജം കൂടുതലാണ്. അപ്പോൾ വായുവിനുള്ള പ്രത്യേകത അല്ലെങ്കിൽ വാതകത്തിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നിശ്ചിത ആകൃതിയോ നിശ്ചിത വോള്യമോ ഇല്ലാത്ത ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് വാതകം. തന്മാത്രകൾ തമ്മിലുള്ള അകലം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള ആകർഷണം വളരെ കുറവാണ്. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം കുറവായതുകൊണ്ട് അവയുടെ ഗതികോർജം കൂടുതലായിരിക്കും. അവ പരസ്പരം ചലിച്ചുകൊണ്ടിരിക്കും. ഇനി പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനിലുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ്റെയൊക്കെ അവസ്ഥയാണ്, സ്റ്റേറ്റാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഉയർന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ അയോണീകരിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഇവിടെ തന്മാത്രകൾ വളരെ ക്രമരഹിതമായിട്ടാണ് കാണപ്പെടുക. തന്മാത്രകൾ തമ്മിൽ ഒരു ആകർഷണ ബലവും ഇല്ല, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവയിലെ ഗതികോർജം വളരെ കൂടുതലാണ് ഉള്ളത്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ ഞാനൊരു ജസ്റ്റ് ഒരു ചിത്രം പറഞ്ഞുതരാം. കേരളത്തിൽ തന്മാത്ര വളരെ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആകർഷണ ബലം കൂടുതലായിരിക്കും, ഗതികോർജം ഉണ്ടാവില്ല. ഇത് ഖരം. ഇനി ദ്രാവകത്തുമ്പോൾ എങ്ങനെയാണ്? കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലാണ്, ചെറിയൊരു ഗതികോർജം ഉണ്ടാവും. ഇനി വാതകത്തിലോ കുറച്ചും കൂടി ഗ്യാപ്പ് ഉണ്ടാവും, തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം കമ്മിയായിരിക്കും, തന്മാത്രകളുടെ ഗതികോർജം കൂടുതലായിരിക്കും. ഇനി പ്ലാസ്മ എന്ന് പറയുന്നത് തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലം ഉണ്ടാവില്ല, അവ അങ്ങിങ്ങായിട്ട് പാറിക്കിടക്കും, ഗതികോർജം വളരെ കൂടുതലുള്ള അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഇതിൽ എഴുതിയിട്ടുണ്ട്. പ്ലാസ്മ ദ്രവ്യം വൈദ്യുത ചാർജുള്ള കണങ്ങളായി താപനില ഉയർന്ന സമയത്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്ന അവസ്ഥയാണിത്. എസ്പെഷ്യലി ഈ സണ്ണ്, ബാക്കിയുള്ള നക്ഷത്രങ്ങൾ എന്നിവിടങ്ങളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുമ്പോൾ അവിടെയുള്ള താപനിലയിൽ അവിടെയുള്ള തന്മാത്രകൾ അയോണീകരിക്കപ്പെട്ട് നിലനിൽക്കുന്ന അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മ അവസ്ഥ കണ്ടെത്തിയത് 1897 പ്ലാസ്മ അവസ്ഥ കണ്ടെത്തിയത് വില്യം ക്രോക്സ് ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. അപ്പോൾ പ്ലാസ്മ അവസ്ഥയിൽ എന്തൊക്കെയാണ്? ദ്രവ്യം വൈദ്യുത ചാർജുള്ള കണങ്ങളായിട്ട് ഉയർന്ന താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. പ്ലാസ്മ അവസ്ഥ കണ്ടെത്തിയത് 1897 വില്യം ക്രോക്സ് ആണ് ഇത് കണ്ടെത്തിയത്. ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. ഇനി അടുത്തതാണ് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. ഇത് ബോസോണുകൾ എന്നുള്ള കണികകളെ വളരെ താഴ്ന്ന ഊഷ്മാവിൽ, അതായത് -273.15 °C അല്ലെങ്കിൽ 0 Kelvin, ഈ ടെമ്പറേച്ചറാണ് ഏറ്റവും താഴ്ന്നിട്ട് മനുഷ്യന് കണ്ടുപിടിച്ചിട്ടുള്ള അവസ്ഥയിലെത്തിയിട്ടുള്ളത്. ആ ഒരു ടെമ്പറേച്ചറിലേക്ക് ബോസോണുകളെ എത്തിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന പ്രതിഭാസമാണ് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേഷൻ. സത്യേന്ദ്രനാഥ് ബോസ് എന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഇതാദ്യമായി പ്രവചിച്ചത്. ഈ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ബോസോണുകളാണ്. അപ്പോൾ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞാൽ ബോസോണുകളെ ഏറ്റവും വളരെ താഴ്ന്ന ഊഷ്മാവായ -273.15 എത്ര -273.15 °C താഴ്ത്തുക, അല്ലെങ്കിൽ 0 Kelvin. ഇതന്നെയാണ് 0 Kelvin.
ഈ ഒരു ടെമ്പറേച്ചറിലേക്ക് താഴ്ത്തി ബോസോണുകളെ എത്തിക്കുമ്പോൾ അവിടെ നടക്കുന്ന പ്രതിഭാസമാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. സത്യേന്ദ്രനാഥ് ബോസ് എന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഇതാദ്യമായി പ്രവചിച്ചത്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിൻ്റെ അടിസ്ഥാന ഘടകം ബോസോണുകളാണ്. ഇനി അടുത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഫെർമിയോണിക് കണങ്ങളെ താഴ്ന്ന ഊഷ്മാവിൽ കൊണ്ടുപോകുമ്പോഴുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. സൂപ്പർ ഫ്ലൂയിഡിറ്റി, കൊഹറൻസ് എന്നീ തുടങ്ങിയ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ആറ്റോമിക് ക്ലോക്ക് എന്നിവിടങ്ങളിൽ ഇവ ഉപയോഗിക്കുന്നു. അപ്പോൾ ഫെർമിയോണിക് കണ്ടൻസേറ്റിൽ 3 കാര്യങ്ങളാണ് ആലോചിക്കാനുള്ളത്. ഫെർമിയോണിക് കണങ്ങളെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവിൽ ചേർക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. സൂപ്പർ ഫ്ലൂയിഡിറ്റി, കൊഹറൻസ് എന്നീ തുടങ്ങിയ ഗുണങ്ങൾ ഈ സമയത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവ ഉപയോഗിക്കുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ആറ്റോമിക് ക്ലോക്ക് എന്നിവിടങ്ങളിലാണ്. ഇനി അടുത്തതാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. വളരെ ഉയർന്ന താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ബിഗ് ബാങ് നടന്ന ഉടനെ പ്രപഞ്ചത്തിൽ കുറച്ച് സമയത്ത് നിലനിന്നിരുന്ന അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയെ കുറിച്ച് 2 കാര്യങ്ങൾ വളരെ ഓർക്കുക. വളരെ ഉയർന്ന താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. മഹാവിസ്ഫോടനത്തിന് ശേഷം അല്ലെങ്കിൽ ബിഗ് ബാങ്ങിന് ശേഷം പ്രപഞ്ചത്തിൽ കുറച്ചു നേരം മുഴുവൻ നിന്നിരുന്ന അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ദ്രവ്യത്തിന് 7 അവസ്ഥകളുണ്ട്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഖരം എന്ന അവസ്ഥയിൽ തന്മാത്രകൾ പരസ്പരം അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവ തമ്മിലുള്ള ആകർഷണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്മാത്രകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നില്ല, ഗതികോർജ്ജം വളരെ കമ്മിയാണ്. ദ്രാവകം എന്ന് പറയുന്നത് അവയ്ക്ക് നിശ്ചിത ആകൃതിയും നിശ്ചിത ആകൃതിയില്ല, പക്ഷേ നിശ്ചിത വ്യാപ്തമുണ്ട്. തന്മാത്രകൾ തമ്മിൽ ഖരത്തിനേക്കാൾ കുറച്ച് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവ തമ്മിലുള്ള ഖരത്തിനേക്കാൾ കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ ഗതികോർജ്ജം ഖരത്തിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്. വാതകങ്ങൾ എന്ന് പറയുന്നത് നിശ്ചിത ആകൃതിയോ നിശ്ചിത ഷേപ്പോ നിശ്ചിത വോളിയമോ ഇല്ല. തന്മാത്രകൾ തമ്മിലുള്ള അകലം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ ഗതികോർജ്ജമുണ്ട്. പ്ലാസ്മ ദ്രവ്യം വൈദ്യുത ചാർജുള്ള കണങ്ങളായി സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പദാർത്ഥങ്ങൾ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മ. പ്ലാസ്മ കണ്ടെത്തിയത് 1897-ലാണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് ബോസോണുകളെ കേവല ടെമ്പറേച്ചറിലേക്ക് തണുപ്പിക്കുമ്പോൾ കിട്ടുന്ന അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. സത്യേന്ദ്രനാഥ് ബോസാണ് ആദ്യമായി പ്രവചിച്ചത്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിൻ്റെ അടിസ്ഥാന ഘടകം ബോസോണുകളാണ്. അടുത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്. ഫെർമിയോണിക് കണങ്ങളെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. സൂപ്പർ ഫ്ലൂയിഡിറ്റി, കൊഹറൻസ് തുടങ്ങിയ ഗുണഗണങ്ങൾ ആ സമയത്ത് ഇത് പ്രകടിപ്പിക്കുന്നു. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ആറ്റോമിക് ക്ലോക്ക് എന്നിവിടങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്താണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. പ്രപഞ്ചത്തിൻ്റെ മഹാവിസ്ഫോടനം അല്ലെങ്കിൽ ബിഗ് ബാങ് ഉണ്ടായതിനു ശേഷം ആ സമയത്ത് പ്രപഞ്ചത്തിൽ കുറച്ചു നേരം നിലനിന്നിരുന്ന അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന് പറയുന്നത്. ഏറ്റവും വളരെ ഉയർന്ന താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇനി നമുക്ക് യൂണിറ്റുകളും അളവുകളെ കുറിച്ച് പഠിക്കാം. അളവുകൾ 2 വിധത്തിൽ തിരിക്കാം. ഒന്ന് അടിസ്ഥാന അളവുകൾ, രണ്ടാമത്തത് വ്യുൽപ്പന്ന അളവുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അടിസ്ഥാന അളവുകൾ പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രഖ്യാപിക്കാൻ കഴിയാത്ത കേവല അളവുകളെയാണ് അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ സിസ്റ്റം അനുസരിച്ച് 7 അളവുകളാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ഒന്ന് നീളത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. മാസാണ് അളവ്, അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. വൈദ്യുത പ്രവാഹ തീവ്രത ആംപിയർ. സമയം സെക്കൻഡ്. ഊഷ്മാവ് കെൽവിൻ. പദാർത്ഥത്തിൻ്റെ അളവ് മോൾ. ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡില. ഈ 7 അളവുകളാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണ്? നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, ഊഷ്മാവ്, പദാർത്ഥത്തിൻ്റെ അളവ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഈ അടിസ്ഥാന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? നീളത്തിന് നമ്മൾ അടിസ്ഥാന യൂണിറ്റ് SI സിസ്റ്റത്തിൽ മീറ്ററാണ്. മാസിന് കിലോഗ്രാമാണ്. സമയം നമ്മൾ മെഷർ ചെയ്യുക സെക്കൻഡ് എന്നുള്ള യൂണിറ്റ് വെച്ചാണ്. വൈദ്യുത പ്രവാഹ തീവ്രത ആംപിയറാണ്. ഊഷ്മാവ് കെൽവിൻ. പദാർത്ഥത്തിൻ്റെ അളവ് മോൾ. ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡില. ഇതൊക്കെയാണ് SI സിസ്റ്റത്തിലെ അടിസ്ഥാന യൂണിറ്റുകൾ. ഇനി SI സിസ്റ്റം അല്ലാതെ MKS, CGS, FPS എന്നിങ്ങനെ സമ്പ്രദായമുണ്ട്.
MKS എന്ന് പറഞ്ഞാൽ മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. SI യൂണിറ്റ് പോലെ തന്നെ നീളത്തിന് മീറ്ററും മാസിന് കിലോഗ്രാമും സമയത്തിന് സെക്കൻഡുമാണ് എടുക്കുന്നത്. ലെങ്ത്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ്. ഇതാണ് MKS. ഇതല്ലാതെ CGS ഉണ്ട്. CGSൽ ലെങ്ത്തിന് സെൻറ്റിമീറ്റർ എടുക്കുന്നു, മാസിന് ഗ്രാം എടുക്കുന്നു, ടൈമിന് സെക്കൻഡ് എടുക്കുന്നു. അതാണ് CGS സിസ്റ്റം. FPS സിസ്റ്റം ഉണ്ട്. FPS സിസ്റ്റത്തിൽ ലെങ്ത് മെഷർ ചെയ്യുക ഫൂട്ട് ഉപയോഗിച്ചാണ്, മാസ് മെഷർ ചെയ്യുക പൗണ്ട് ഉപയോഗിച്ചാണ്, ടൈം മെഷർ ചെയ്യുക സെക്കൻഡ് ഉപയോഗിച്ചാണ്. FPS സമ്പ്രദായം ആവിഷ്കരിച്ചത് ബ്രിട്ടനിലാണ്. CGS സമ്പ്രദായം ഫോളോ ചെയ്യുന്നത് ആവിഷ്കരിച്ച സ്ഥലം ഫ്രാൻസ് ആണ്. അതുപോലെ MKS സമ്പ്രദായം ആവിഷ്കരിച്ചതും ഫ്രാൻസിലാണ്. അപ്പോൾ MKS സിസ്റ്റം ആവിഷ്കരിച്ചതും CGS സിസ്റ്റം ആവിഷ്കരിച്ചതും ഫ്രാൻസിലും FPS സിസ്റ്റം ആവിഷ്കരിച്ചത് ബ്രിട്ടനിലുമാണ്. വ്യുൽപ്പന്ന അളവുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച്, അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന അളവുകളെയാണ് വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫോഴ്സ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു M × A. M പറയുന്നത് മാസ്. മാസിന് നമ്മൾ മെഷർ ചെയ്യുക കിലോഗ്രാം വെച്ചിട്ടുള്ള ബേസിക് യൂണിറ്റ് വെച്ചാണ്, ഫണ്ടമെൻ്റൽ യൂണിറ്റ് വെച്ചാണ്. ആക്സിലറേഷൻ A എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിനെ ന്യൂട്ടൺ എന്നും ന്യൂട്ടൺ എന്ന് മൊത്തമായി പറയാറുണ്ട്. വേറെ 2-3 വ്യുൽപ്പന്ന അളവുകളാണ് ഊർജം, താപം, പ്രവൃത്തി. ഇതെല്ലാം മെഷർ ചെയ്യുക ജൂൾ എന്ന യൂണിറ്റ് വെച്ചാണ്. ആവൃത്തി മെഷർ ചെയ്യുക ഹെർട്സ്. കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുക ഫാരഡ് എന്നുള്ള അളവ് വെച്ചാണ്. റെസിസ്റ്റൻസ് മെഷർ ചെയ്യുക ഓം വെച്ചിട്ടാണ്. അപ്പോൾ വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ യൂണിറ്റ് വെച്ച് മെഷർ ചെയ്യാൻ കഴിയുന്ന അളവുകളെയാണ് വ്യുൽപ്പന്ന അളവുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് റെസിസ്റ്റൻസ്, ഊർജം അല്ലെങ്കിൽ താപം അല്ലെങ്കിൽ പ്രവൃത്തി, ആവൃത്തി, കപ്പാസിറ്റൻസ് എന്നിവ. അവ മെഷർ ചെയ്യുന്ന യൂണിറ്റുകളാണ്. റെസിസ്റ്റൻസിന് ഓം വെച്ചിട്ടാണ് യൂണിറ്റ്, ഓം ആണ് യൂണിറ്റ്. ഊർജം അല്ലെങ്കിൽ താപം അല്ലെങ്കിൽ പ്രവൃത്തി അവയ്ക്കുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ആവൃത്തിക്കുള്ള യൂണിറ്റ് ഹെർട്സ് ആണ്. കപ്പാസിറ്റൻസിന് ഫാരഡ് ആണ്. ഫോഴ്സിന് ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് യൂസ് ചെയ്യുക. 1 ഡെസിമീറ്റർ. 1 ഡെസിമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻1 മീറ്ററാണ്. ഒരു മീറ്ററിൻ്റെ 1/10 ആണ് 1 ഡെസിമീറ്റർ. 10⁻⁻1 മീറ്റർ എന്ന് പറയുന്നത് 1 ഡെസിമീറ്റർ ഇസ് ഈക്വൽ ടു പറഞ്ഞാൽ 1/10 ഓഫ് മീറ്റർ ആണ്. ഇനിയിപ്പോൾ 1 ഡെസിഗ്രാം എന്ന് പറഞ്ഞാൽ 1/10 ഓഫ് ഗ്രാം. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻2 മീറ്റർ. അതായത് ഒരു മീറ്ററിൻ്റെ 100ൽ ഒരു പാർട്ടാണ് 1 സെൻറ്റിമീറ്റർ. ഒരു മീറ്ററിനെ 100ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഒരു പാർട്ടാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 10⁻³ മീറ്ററാണ്. 1 മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്ററാണ്. 1 നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻9 മീറ്ററാണ്. 1 പൈക്കോമീറ്റർ എന്ന് പറയുന്നത് 10⁻12 മീറ്ററാണ്. 1 ഫെറ്റോമീറ്റർ എന്ന് പറയുന്നത് 10⁻15 മീറ്ററാണ്. 1 ഡാക്കോമീറ്റർ എന്ന് പറയുന്നത് 10⁻1 മീറ്ററാണ്. ഈ ഡെസിമീറ്ററും ഡാക്കോമീറ്ററും തമ്മിൽ മാറിപ്പോകരുത്. ഡെസി എന്ന് പറയുന്നത് 1/10 ആണ്. അതേസമയം ഡാക്കോമീറ്റർ എന്ന് പറയുന്നത് 10 മീറ്ററാണ്. 1 ഹെക്ടോമീറ്റർ എന്ന് പറയുന്നത് 100 മീറ്ററാണ് അല്ലെങ്കിൽ 10 സ്ക്വയർ മീറ്ററാണ്. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ അല്ലെങ്കിൽ 10⁻³ മീറ്ററാണ്. 1 മെഗാമീറ്റർ എന്ന് പറയുന്നത് 10⁻6 മീറ്ററാണ്. 1 ജിഗാമീറ്റർ എന്ന് പറയുന്നത് 10⁻9 മീറ്ററാണ്. 1 ടെറാമീറ്റർ എന്ന് പറയുന്നത് 10⁻12 മീറ്ററാണ്. 1 പെറ്റാമീറ്റർ എന്ന് പറയുന്നത് 10⁻15 മീറ്ററാണ്. ഇത് മീറ്ററിന് മാത്രമല്ല ഗ്രാമിനും സെക്കൻഡിനും എല്ലാത്തിനും വരാം. അപ്പോൾ 1 ഡെസിഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻⁻1 ഗ്രാമാണ്. 1 സെൻറ്റിഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻⁻2 ഗ്രാം. 1 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ 10⁻⁻3 ഗ്രാം. ഇതുപോലെയാണ് എല്ലാം. ഇനി ഇതില്ലാതെ വേറെയും ചില യൂണിറ്റുകളുണ്ട്. ഒന്ന് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഒരു ശരാശരി അകലമാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. 15 കോടി കിലോമീറ്ററാണ്. ഇനി പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശ വർഷം. ഇനി പാർസെക്കൻഡ്. പാർസെക്ക് എന്ന് പറയുന്നത് ദൂരത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റാണ്. ഒരു പാർസെക്ക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശ വർഷമാണ് ഒരു പാർസെക്ക് എന്ന് പറയുന്നത്. ഇതില്ലാതെ നോട്ടിക്കൽ മൈൽ ഉപയോഗിക്കുന്നുണ്ട്. നാവിക വ്യോമ ഗതാഗത മേഖലകളിൽ
ദൂരം അളക്കുന്ന യൂണിറ്റാണ് 1 നോട്ടിക്കൽ മൈൽ. 1 നോട്ടിക്കൽ മൈൽ ഈക്വൽ 1.852 കിലോമീറ്റർ അല്ലെങ്കിൽ 1852 മീറ്റർ. അദിശ അളവുകളും സദിശ അളവുകളും. അദിശ അളവുകൾ പറഞ്ഞാൽ ദിശയില്ലാത്ത അളവുകളാണ്. അതിന് സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നു. ഉദാഹരണം ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മളൊരു എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ഇങ്ങനെയും പോകാം, ഇങ്ങനെ പോയി ഇങ്ങനെയും പോകാം. അപ്പോൾ ദിശയില്ലാതെ ഇങ്ങനെ പോകുന്നതാണ് അദിശ അളവുകൾ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ്, അദിശ അളവുകൾക്ക് ഉദാഹരണമാണ് ഡിസ്റ്റൻസ്, ദൂരം, വെയിറ്റ്, ഭാരം, സ്പീഡ്, വേഗം. സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അവയ്ക്കൊരു പ്രത്യേക ദിശയുണ്ട്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഒന്നും കൂടി പറയാം. എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് ഇങ്ങനെ 2 വഴി വരാം. ഇതിൽ എ എന്ന് ഇതിലൂടെ വരുന്ന സമയത്ത് ഈ ഒരു വഴിയിലൂടെ വരികയാണെന്ന് വെച്ചാൽ അത് ഡിസ്റ്റൻസ് ആണ് പറയുക. അതേസമയം എ എന്ന് ബിയിലേക്ക് ഈ ഒരു ഡയറക്ഷനിലുള്ളതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതേസമയം ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു ക്വാണ്ടിറ്റി അത് അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അതേപോലെയാണ് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം, ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.